മാന്യ യൂട്യൂബ് പ്രേക്ഷകർക്ക് എൻ്റെ വാടാമലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആലപ്പുഴ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ചേർത്തലയിൽ ബസ്സിറങ്ങുകയും ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പിൻവിളി പോലെ അനുഭവപ്പെട്ടു. അപ്പോൾ അമ്പലത്തിന് മുന്നിൽ ഇരിക്കുന്ന ഒരു പ്രതിമ എൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് വയലാർ രാമവർമ്മ എന്നാണ്. മലയാള ഗാനശാഖയിൽ ഒട്ടനവധി ഗാനങ്ങൾ നമ്മൾക്ക് സംഭാവന ചെയ്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ആ മഹത്വത്തിൻ്റെ മുന്നിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വാടാമലർ അർപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ആ മനോഹര തീരം ചേർത്തലയിൽ നിന്ന് കോട്ടയം റൂട്ടിലുള്ള തണ്ണീർമുക്കം എന്ന സ്ഥലത്താണ്. നമുക്കിനി അങ്ങോട്ട് യാത്ര ചെയ്യാം. ഇത് ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് തണ്ണീർമുക്കത്തേക്ക് പോവേണ്ടത്. കോട്ടയം ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഏകദേശം 7 കിലോമീറ്റർ താണ്ടി ബണ്ട് റോഡ് ജംഗ്ഷനിലെത്തി. ആ കാണുന്നതാണ് ബണ്ട് റോഡിൻ്റെ കവാടം. നടന്നു പോവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ഓട്ടോ ടാക്സി വിളിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടിലെ ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും സംഗമസ്ഥാനമാണിത്. ഈ കാണുന്ന ഷട്ടറിനൊരു കഥയുണ്ട്. കൊച്ചി തുറമുഖത്ത് നിന്ന് വരുന്ന ഓരുവെള്ളം കുട്ടനാട് മേഖലയിലേക്ക് കയറി കൃഷി നശിക്കാതിരിക്കുവാനും വേണ്ടിയുള്ളതാണ്. മഹാകവി വയലാർ ഉദ്ദേശിച്ചത് ഈ മനോഹര തീരമാണോ? ഇവിടം മുതൽ കോട്ടയം ജില്ലയിലേക്കുള്ള യാത്രയാണ്. ഇവിടെയുമുണ്ട് ഷട്ടറുകൾ. കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പ്രകൃതി ഭംഗിയാണോ വയലാറിൻ്റെ ഈ മനോഹര തീരം? കോട്ടയം ജില്ലയിലെ ബെച്ചൂരിൽ നിന്നും വീണ്ടും ആലപ്പുഴ ജില്ല ലക്ഷ്യമാക്കി ബണ്ട് റോഡിലൂടെ യാത്ര തുടർന്നു. പണ്ട് ഈ പുഴയിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നതാണ്. മത്സ്യബന്ധന വള്ളങ്ങൾ പുഴയിൽ കാണാമായിരുന്നു. ഇന്ന് ആ വള്ളങ്ങൾ കരയിലിരുന്ന് ഉറഞ്ഞു കഴിഞ്ഞു. ജലാശയം മലിനമായി. ഈ പുഴയിൽ നിന്നുള്ള വള്ളക്കാർ വെള്ളം കോരിയെടുത്ത് കഞ്ഞിവെച്ച് കുടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് കുടിച്ചാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളും. തണ്ണീർമുക്കത്തുള്ള നിവാസികളുമായി ഒരു കൂടിക്കാഴ്ച. അവരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ പാലം ഉള്ളത്. അത് ആലപ്പുഴ ജില്ലയിലും ഉണ്ടോ? രണ്ട് സ്ഥലത്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡാണിത്. ഏറ്റവും നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ചിറയാണ്. ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചിറ കെട്ടിയതാണ്. അങ്ങനത്തെ ഉള്ള സൗകര്യത്തിന് കെട്ടിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ പാലം പണിത്. ഇത് ഏകദേശം ഒരു 10, 40, 50 കൊല്ലത്തോളം പ്രായം വരും അല്ലേ? അപ്പം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പൊക്കെ ആയിരിക്കും. നിങ്ങൾ ജനിച്ചപ്പോഴൊന്നും മത്സ്യങ്ങളൊന്നും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല, കുറവാണ്. അപ്പം മത്സ്യങ്ങളില്ല. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് വേറൊരു ചേട്ടൻ എന്നോട് പറഞ്ഞ ഇതാണ്. ഇവിടെ ചില ഫാക്ടറികളിൽ നിന്ന് അവിടെ നിന്നൊക്കെ വിടുന്ന വിഷമാലിന്യങ്ങൾ ഇതിൽ തട്ടുന്നുണ്ട്. അത് കാരണം കടലിൽ നിന്ന് പണ്ട് കയറുന്ന മത്സ്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഇതാണ് പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. വാവച്ചൻ. എൻ്റെ പേര് ബാലകൃഷ്ണൻ, പെരുമ്പളം. ഞാനേ ഈ പുഴയും ഇതുമൊക്കെ വയലാറിൻ്റെ ഒരു ഗാനം അതിൽ ഈ പ്രദേശം പോലെ പറഞ്ഞിട്ടുണ്ട്. ഈ മനോഹര തീരം എന്നൊക്കെ പറഞ്ഞ ഒരു ഗാനം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുടികൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രദേശത്ത് വന്നപ്പോൾ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പല പല അസുഖങ്ങളും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതേ, ഇത് കർഷകർക്ക് വേണ്ടി പണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അന്നൊക്കെ എല്ലാവർക്കും തിരുവോണമായിരുന്നു. ഈ പുഴയിലും ഈ കായലിലും ഒക്കെ നിറച്ച് മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സാധനങ്ങളും ഇവിടെ കാണുന്നില്ല. ജനിച്ചോളുന്നതാണ്. എൻ്റെ കൊച്ചുകാലം കൊണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഇത് പണിയുന്നവരെ അന്ന് ചുമന്നാണ്. ആരുമില്ല, ശൂന്യമായി കിടക്കുകയാണ്. കാരണം ഈ വെള്ളത്തിൽ പോലും തൊടാൻ ബുദ്ധിമുട്ടാണ്, പേടിയാണ്.
നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ചില ഫാക്ടറിയിൽ നിന്ന് അവിടുന്ന് 2-3 പേര് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണ്, ഇതിൽ മാലിന്യം നിറച്ച് ചില ഫാക്ടറികളിൽ നിന്ന് അവിടുന്നൊക്കെ കൊണ്ടുപോയി തള്ളണം. ടൂറിസ്റ്റുകൾ കൊണ്ടുവന്ന് വേസ്റ്റുകളും അവരൊക്കെ കൊണ്ടുവന്ന് ഇതിൽ തന്നെ ഇരിക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഷട്ടർ വരുമ്പോൾ ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം നല്ല ശുദ്ധമായി കിടക്കുമായിരുന്നു. വെള്ളങ്ങൾ ഈ വള്ളക്കാർ തന്നെ നടുക്കായലിൽ നിന്ന് കോരി എടുത്താണ് കുടിക്കുന്നത്, കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത് കുടിച്ചപ്പോൾ അവർക്കൊക്കെ അസുഖങ്ങൾ പലതുമായി. കുടൽ രോഗം, ക്യാൻസർ, പിന്നെ ത്വക്ക് രോഗം, അങ്ങനെ പല പല മാറാ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ചേട്ടാ ഇനി കാണുന്നവരെ